ഇവരോടുകൂടിയാണ്. ആരോടുകൂടെ? പോർച്ചുഗീസുകാർ AD 1502 വരുന്നതോടുകൂടെയാണ് ഈ രീതികളൊക്കെ നമ്മുടെ നാട്ടിൽ മാറി മറിയുന്നത്. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു കാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ത്വൽസമാത്തിന്റെ പോസിറ്റീവ് മുഴുവൻ തകർന്നിട്ടുണ്ട്, അതിന്റെ നെഗറ്റീവ് വർദ്ധിച്ചിട്ടുണ്ട്. ഒരു സിഹറും ഒരു മുത്തൽസിമിനെ ഇനി ബാത്തിലാക്കാൻ സാധ്യമല്ല. എൻ്റെ പഠനത്തിൽ എൻ്റെ കാലം കഴിഞ്ഞു. ഒരിക്കലും ഒരു മുത്തൽസിമിനെ, ഒരു ത്വൽസമാത്ത് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു സിഹർ ബാത്തിലാക്കാൻ കഴിയില്ല. ഈ ത്വൽസമാത്ത് മാധ്യമങ്ങളെ വെച്ചിട്ട് ചില കാര്യങ്ങൾ കയറ്റി ചെയ്യലാണ്. അതിന് ഉദാഹരണം പറയാം. അപ്പോൾ കോഴിമുട്ട ഒരാൾ കോഴിമുട്ട ചെയ്ത് തെറ്റൊന്നുമല്ല. അത് ഇന്ന് സിഹർ ബാത്തിലാക്കാനുള്ള പ്രധാന മാധ്യമമല്ല. അതേസമയത്ത് സിഹർ ചെയ്യാൻ ഇന്ന് കോഴിമുട്ട എമ്പാട് മതിയാവും. പുതിയ കാലത്ത് സിഹർ ചെയ്യാൻ കോഴിമുട്ട മതിയാവും, സിഹർ ചെയ്യാൻ ഒരു മുള്ളാണി മതിയാവും, സിഹർ ചെയ്യാൻ ഒരു മുട്ടുസൂചി മതിയാവും. എന്നാൽ സിഹർ ബാത്തിലാക്കാൻ ഒരു ആന മതിയാവില്ല. ആധുനിക കാലത്ത് സിഹർ ബാത്തിലാക്കാൻ ഒരൊറ്റ രീതി മഹാന്മാരുമായുള്ള ബന്ധമാണ്. ആരാണ് ഈ മഹാന്മാർ? അള്ളാഹുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവർ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഞാൻ എൻ്റെ വിശ്വാസമാണ് ഇനി പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെ എതിർക്കാതിരിക്കാൻ, കളിയാക്കാം ഒക്കെ ചെയ്യാം. ഒരാൾക്ക് സിഹർ ബാത്തിലാക്കാനുള്ള മാധ്യമങ്ങളിൽ ഒന്നാണ് എന്ത്? അവൻ ഏർവാടി ശുഹദാക്കൾക്ക് ഫാത്തിഹ ഓതുന്നു. അവർ അള്ളാഹ്ക്ക് വേണ്ടി മരിച്ചവരാണ്. ഈ ഏർവാടി വഴി ഒരാളുടെ സിഹർ ബാത്തിലാകാൻ സാധ്യത ഇന്ന് കൂടുതലാണ്. പക്ഷെ ഒരു കുഞ്ഞുചട്ടി അതിന് കുഴിച്ചിട്ടാൽ ആ കുഞ്ഞുചട്ടി പോയി എന്നല്ലാതെ വലിയ കാര്യമൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഈ ബന്ധമുള്ള ഒരാൾ ഒരു കുഞ്ഞുട്ടി ചെയ്താൽ തെറ്റുമല്ല. അവിടെ കുഞ്ഞുചട്ടിക്കല്ല പണി. ആർക്കാണ്? മഹാന്മാരുമായുള്ള ബന്ധത്തിനാണ്. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. മഹാൻ എന്ന പേരിൽ ഡെവിളും വരും. അതായത് മഹാൻ എന്ന് പറഞ്ഞ ഒരാള് മഹാന് എന്ന് പറഞ്ഞ് സമ്പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ഈ വന്ന ആൾ മഹാനാണെന്ന് എന്തുറപ്പ്? ഇതാരും വരാം. അതേ ഉദാഹരണം പറയാം. ഒരാൾ മഹാനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞ് ചെയ്താൽ അയാളുടെ കയ്യിൽ മഹാൻ തന്നെയാണ് വരുന്നത് എന്ന് അയാളുടെ സുലൂക്ക് സീറ കൊണ്ടേ മനസ്സിലാക്കാൻ കഴിയും. അതായത് അത്രയും ശുദ്ധനായി മുത്തഖയായി സ്വാലിഹായി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഇയാൾക്ക് ഇലാഹിയായ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോൾ രഹസ്യം വെളിവാക്കുകയാണ്. ഈ രഹസ്യം വെളിവാക്കൽ പ്രശ്നമാണ്. പക്ഷെ ഞാൻ ഇന്നലെ രാത്രി 4 മണിക്ക് എണീറ്റ് പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ട്. നീ 24 മണിക്കൂർ ഈ ചെയ്തതനുസരിച്ച് എനിക്കതിൽ വിശ്വാസമുണ്ട്. ഞാൻ തൗഹീദിന്റെ ചില നാമങ്ങളും അമലുകളും എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നീ ഇങ്ങനെ ചെയ്യണമെന്ന് മഹാന്മാർ പറഞ്ഞ ഒരു അമൽ രാത്രി 4 മണിക്ക് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ചെയ്തതിന് ശേഷമാണ് നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നത്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ക്ലാസ്സും അങ്ങനെ അല്ലാതെ എടുക്കൂല. എന്തുകൊണ്ട്? മറ്റൊരു കയറി വരാനുള്ള നല്ല സാധ്യതയുണ്ട്. പ്രൊട്ടക്ഷൻ എടുക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്. ഈ പ്രൊട്ടക്ഷൻ നിലനിർത്താൻ അത്തരം സ്വാലിഹായ വ്യക്തിക്കല്ലാതെ കഴിയൂല. അങ്ങനത്തെ ഒരാളത്തേക്ക് പിശാച് കയറുകയുമില്ല. ചില ചികിത്സാരികൾ, ആ ചികിത്സാരികളെ കൊണ്ട് പിന്നീട് വിവരം വരും അയാളൊരു പെണ്ണിനെ എങ്ങനെ തോണ്ടി. ആ നല്ല മനുഷ്യനായിരുന്നു. പിന്നെ ആണ് എന്തോ ഒരു കുരുത്തക്കേട് പറ്റി അങ്ങനെ പെണ്ണിനെ തോണ്ടി. അപ്പോഴത്തിന് പോക്സോ കേസിൽ പെട്ടു, കേസിലായി. കേൾക്കാറില്ലേ? അയാളെ സുലൂക്ക് നേരത്തെ തന്നെ ചീത്തയായിരിക്കും. അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആക്റ്റീവും ചെയ്യും. അതിന്റെ അർത്ഥം തൽസമാത്ത് ചെയ്യുന്നവരൊക്കെ മഹസൂം ആകണം എന്നാണോ? അല്ല. പക്ഷെ അവർക്ക് മഹ്ഫൂൾ ആയിരിക്കാനല്ലാതെ ഈ ക്രിയ ഇന്നത്തെ കാലത്ത് വൃത്തിയായി ചെയ്യാൻ കഴിയില്ല. അവരൊരു പുരുഷനെ കൂടെ അല്ലാതെ ഒരു പെണ്ണിനെ പിരിച്ചിട്ട് മന്ത്രിക്കൂല. അതേസമയത്ത് വേറെ വലിയ താടി ഉണ്ടാകാം. ആനയെ പുറത്താക്കി വാതിൽ അടച്ചിട്ട് എന്ത് ചെയ്യും? 1 മാസം മുമ്പ് ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നിരുന്നു. അവരിങ്ങനെ പറഞ്ഞു. അവർ വലിയ ഒരു ആളാണെന്ന് പറയുന്ന ഒരാള് അവരെ കുടുംബത്തിൽ കയറി. പല പുരോഗതികളും അവർ ആ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ആ കുടുംബത്തിനുമായി ബന്ധപ്പെട്ട മുഴുവൻ പെണ്ണുങ്ങളെയും അയാൾ നാശാക്കി. ഒരു പെണ്ണും വേറെ അവൾ പറഞ്ഞില്ല. ഏതോ അവസാനം ചൂടുള്ള ഒരു പെണ്ണും തുറന്നു പറഞ്ഞു. അപ്പൊ എല്ലാവരും പിന്നെ മൂളിയും ചിരിച്ചു നടന്നു. അതുവരെ ഇയാൾ എന്തായി കണക്കാക്കി? തങ്ങളാണെന്ന് പറഞ്ഞു നടന്നു. ഇയാൾ ആരായിക്കോളുന്നില്ല, തങ്ങളായിക്കോളുന്നില്ല. ഈ തങ്ങളായാലും ഇങ്ങനെ ചെയ്യില്ലൊന്നുമില്ല. തെറ്റ് ചെയ്യാതിരിക്കാന്നുള്ളത് അമ്പിയാക്കളുടെ സ്വഭാവമാണ്, അമ്പിയാക്കളെ മക്കളുടെ സ്വഭാവമൊന്നുമല്ല. അതാരും തെറ്റി. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ഇകഴ്ത്താനല്ല ഈ പറയുന്നത്. നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുത്. ഇപ്പൊ ഇങ്ങനെ എന്നോട് വന്ന് പറയും പലരും പറയും, അതിൽ പെടുകയും ചെയ്യും. ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ അവരുടെ പേരന്റുമായി ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, എന്റെ കുട്ടിക്കാലത്ത് 16-ാം വയസ്സിൽ അദ്ദേഹം എനിക്ക് പെട്ടെന്ന് കല്യാണം വരാൻ വേണ്ടി എനിക്ക് ചില മന്ത്രങ്ങൾ വാതിലടച്ച് ചെയ്തു. 6 തവണയെങ്കിലും ഞാൻ അയാൾക്ക് വിധേയനായി വന്നിട്ടുണ്ട്.
അന്ന് എനിക്ക് വയസ്സ് 16 എന്ന് തന്റെ ഉമ്മയോട് കൂടെ വന്ന ഒരു സ്ത്രീ ഇവിടെ എന്നോട് പറഞ്ഞു. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നഊദു ബില്ലാ, ഉറക്കെ പറയും നഊദു ബില്ലാ. ഇയാൾ പറഞ്ഞെന്താ തങ്ങളാണെന്നാണ്. തങ്ങളായിക്കോളുന്നില്ല, ഈ തങ്ങളായതുകൊണ്ട് ചെയ്യൂലെന്നുമില്ല. ഇവരൊക്കെ അവിടെ സഹായിക്കുന്ന ആളുകൾ ആരായിരിക്കും? ആര് സഹായിക്കൂല? മലക്ക് സഹായിക്കൂല. മലക്ക് ഇവരെ സഹായിക്കയില്ല. ആരല്ലാതെ? പിശാചല്ലാതെ. കണ്ടുപിടിക്കാൻ ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിനക്ക് നല്ല എന്താ ഇജ്ജ് മന്ത്രിക്കുക, അല്ലെങ്കിൽ ഹലാലായിട്ടാണ് മന്ത്രിക്കുക എന്ന് 100% ഉറപ്പുള്ള സ്വാധീനെ കൊണ്ടുവന്നിരിപ്പിക്കുക. എന്നാൽ പോലെ അവർക്ക് അതിൽ എന്ത് വേണം? ഒരാൾ മന്ത്രിച്ചാൽ പോരാ, അയാൾക്ക് അതിന് സിൽസില വേണം. ഇപ്പൊ ഫിഖഹിൽ എന്റെ ഉസ്താദ് കാപ്പിൽ മുസ്ലിയാരാണ്, അവരുടെ ഉസ്താദ് KC ജമാഅത്ത് മുസ്ലിയാരാണ്, അവരുടെ ഉസ്താദ് ശംസുൽ ഈക്കബൂക്ക് മുസ്ലിയാരാണ്, അവരുടെ ഉസ്താദ് കണ്യത്ത് അഹമ്മദ് മുസ്ലിയാരാണ്, അവരുടെ ഉസ്താദ് ഖുതുബി മുഹമ്മദ് മുസ്ലിയാരാണ്. ഇങ്ങനെ ഇമാം ഷാഫിഈയിലെത്തു വെക്കുന്ന ഒരു കണ്ണി ഉണ്ടാവും. അതേസമയം മന്ത്രിക്കണമെങ്കിൽ അതിന് സിൽസില വേണം. ആരാ നിങ്ങൾക്ക് അനുവാദം തന്നത്? ആരാ അധികാരം തന്നത്? വണ്ടി ഓടിക്കാൻ കഴിയലല്ലേ പ്രധാനം, എന്തുണ്ടാകലാണ്? ലൈസൻസ് ഉണ്ടാകലാണ്. ആരാണ് എനിക്ക് അനുവാദം തന്നത്? അപ്പൊ ഒരാൾക്ക് അതിങ്ങനെ അങ്ങനെ മന്ത്രിക്കണമെങ്കിൽ മന്ത്രിക്കലിന്റെ ഇതിന് വേണം, അയാൾക്ക് സുലൂക്കൊക്കെ ക്ലിയർ ആകണം. അങ്ങനത്തെ ഒരാൾക്ക് മാധ്യമങ്ങളെ ആശ്രയിക്കാം. പക്ഷെ മാധ്യമങ്ങൾ കൊണ്ട് മാത്രം ഇന്ന് ഈ പ്രശ്നം പരിഹരിക്കൂല.